കർത്താവാണ് പറയുന്നത്, മറ്റു മതത്തിലെയും മറ്റു വിഗ്രഹാരാധകരെയും മറ്റു ദൈവത്തെയും ആരാധിക്കുന്നവരെ നീ കൊല്ലണം. അങ്ങനെ കൊന്ന ഒരാളാണ് ഫ്രാൻസിസ് സേവ്യർ. അയാളെയാണ് വിശുദ്ധനായിട്ട് സെയിന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളി പണിതിരിക്കുന്നത്. മറ്റു മതസ്ഥരെ കൊല്ലാൻ കർത്താവ് കൽപ്പിക്കുന്നു എന്ന വാദം ക്രൈസ്തവ വിശ്വാസത്തിന് തന്നെ വിരുദ്ധമാണ്. നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുകയെന്നും നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നും പഠിപ്പിച്ചിട്ടുള്ള യേശുവിൻ്റെ സുവിശേഷം അവരിനോടുള്ള സ്നേഹത്തിലും കരുണയിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. വിഗ്രഹാരാധന ബൈബിൾ വിലക്കുന്നത് തന്നെയാണ്, അതിൽ സംശയമില്ല. അതിനർത്ഥം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അന്യമതസ്ഥരെ പോയി കൊല്ലാനല്ല, അങ്ങനെ ബൈബിൾ പറയുന്നില്ല. അതുപോലെ തന്നെ ഫ്രാൻസിസ് സേവ്യർ ഇവിടെ ആരെയും കൊന്നിട്ടില്ല, ഒരക്രമവും നടത്തിയിട്ടുമില്ല. ഒരു പക്ഷേ ഗോവൻ ഇൻക്വിസിഷൻ ആയിരിക്കാം ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഗോവൻ ഇൻക്വിസിഷൻ പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവമല്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം. പക്ഷേ ഗോവൻ ഇൻക്വിസിഷൻ ആരംഭിക്കുന്നതിനും 8 വർഷം മുൻപ് തന്നെ ഫ്രാൻസിസ് സേവ്യർ മരണമടഞ്ഞിരുന്നു. ഭാരതത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ അഗതികളെയും രോഗികളെയും ശുശ്രൂഷിക്കാനും അവർക്ക് വിദ്യാഭ്യാസം നൽകാനും അദ്ദേഹം കാണിച്ച താല്പര്യം ഇന്നും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. ജീവിതം മുഴുവൻ കഠിനമായ യാത്രകൾ ചെയ്തും ദരിദ്രർക്കിടയിൽ സേവനം ചെയ്തുമുള്ള അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഇന്നും വിശുദ്ധനായി ആദരിക്കപ്പെടുന്നത്.